വെൽക്കം ടു ഐൻസ് ക്യാപ്സ്യൂൾ ക്ലാസ്സസ്. ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്, അതിന്റെ ബേസിസിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഒരു 20 മിനിറ്റ്സ് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് ഇറ്റ്സ് എൻറ്റയർലി ക്ലിയർ ആയിരിക്കണം. ഇങ്ങനെയുള്ള ക്ലാസ്സസ് ഇഷ്ടമാണെങ്കിൽ ലെറ്റ്സ് ജോയിൻ ടു ഐൻസ് ലേണിംഗ്. ഓക്കെ, നൗ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്യാപ്സ്യൂൾ ആണ് ദ മെൻസ്ട്രൽ സൈക്കിൾ. നമ്മുടെ എല്ലാ ഫീമെയിൽ പ്രൈമേറ്റ്സിന്റെയും റീപ്രൊഡക്റ്റീവ് സൈക്കിളിനാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എഴുതാം എൻ്റെ കൂടെ ഒന്ന് വായിച്ചോളണേ, മസ്റ്റായിട്ട് പഠിക്കണം. ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഓഫ് ഫീമെയിൽ പ്രൈമേറ്റ്. നമ്മുടെ മങ്കി, ഗൊറില്ല, അവരുടെ എല്ലാവരുടെയും കൂടി, ഈവൻ ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്, എല്ലാവരുടെയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിളിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ദ ഇന്റർവെൽ ഓഫ് ഒരു 28 to 29 ഗ്യാപ്പിൽ, ഒരു 28 to 29 ഗ്യാപ്പിൽ ഈ പറഞ്ഞ മെൻസ്ട്രൽ സൈക്കിൾ വീണ്ടും എന്ത് ചെയ്യണം, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെൻസ്ട്രൽ സൈക്കിളിന് മൊത്തം 4 ഫേസസ് ഉണ്ട്. എത്ര ഫേസസ് ഉണ്ട്? മൊത്തം 4 ഫേസസ് ഉണ്ട്. ഏതൊക്കെയാണ് 4 ഫേസസ് എന്ന് പറയുമ്പോൾ, ദ ഫസ്റ്റ് വൺ ഈസ് ദ മെൻസ്ട്രേഷൻ. ദ സെക്കൻഡ് വൺ, എൻ്റെ കൂടെ എല്ലാവരും ശ്രദ്ധിച്ചതുപോലെ എഴുതിയെടുക്കണേ, എല്ലാവരും ഇതുപോലെ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ മെൻസ്ട്രേഷൻ, ദ സെക്കൻഡ് വൺ ഈസ് ദ ഫോളിക്കുലർ, അല്ലെങ്കിൽ നമ്മൾ പറയും proliferative phase എന്ന് പറയും. And the third one is the most crucial and most important one is the ovulatory phase. And the last one is the luteal phase or the secretory phase. Okay, these are the 4 phases of menstrual cycle that is very important. ഇനി അത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പഠിക്കാം. This is the very simple summary of your NCERT topic menstruation or menstrual cycle. Okay, ഇതിൽ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള മെൻസ്ട്രേഷനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ആദ്യം തന്നെ പോകുന്നത്. ഈ പറയുന്ന മെൻസ്ട്രേഷനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരാനുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ്. നമ്മുടെ യൂട്രസിന് മൊത്തം 3 ലൈനിങ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഔട്ടർ തിൻ പെരിമെട്രിയം, ടെലിംഗ് അബൌട്ട് ദ NCERT സ്റ്റേറ്റ്മെന്റ്. ദ ഔട്ടർ thin perimetrium, the middle thick myometrium and the inner glandular endometrium. അതിലെ inner glandular endometrium എന്ത് സംഭവിക്കും, ബ്രേക്ക് ഡൗൺ സംഭവിക്കും. The breakdown of endometrial lining of uterus. Okay, അതുകൊണ്ട് തന്നെ ആ ഒരു കാരണത്താൽ തന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ ബ്ലഡ് വെസൽസ് ഒരു ലിക്വിഡ് ഫോമില് വജൈനയിലൂടെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഓക്കെ, ദ ബ്ലഡ് വെസൽസ് ഓഫ് endometrial lining comes out through vagina in the form of a liquid. ഒരു ലിക്വിഡിന്റെ ഫോമില് നമ്മുടെ യൂട്രസിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ ഒക്കെ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും, വജൈനയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇതാണ് നമ്മുടെ മെൻസ്ട്രേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മെൻസ്ട്രേഷൻ, ഈ ഒരു മെൻസസ് നമുക്കൊരു 3 to 5 days വരെ എന്ത് ചെയ്യടാ, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു 3 to 5 days വരെ എന്ത് ചെയ്യും, ഈ ഒരു മെൻസ്ട്രേഷൻ കാണും, അല്ലെങ്കിൽ മെൻസസ് കാണും. ഓക്കെ, ഇനി നമ്മുടെ മെൻസ്ട്രേഷന്റെ സ്റ്റാർട്ടിങ്, നമ്മുടെ ഫീമെയിൽസിന്റെ പ്യൂബർട്ടിയിലാണ് ഈ പറഞ്ഞ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ എന്തെന്ന് പറയും, മെൻസ്ട്രേഷന്റെ സ്റ്റാർട്ടിങ് എപ്പോൾ നടക്കും, പ്യൂബർട്ടിയിൽ നടക്കും. അതിനെ നമ്മൾ മെനാർക്ക് എന്ന് പറയും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നീറ്റിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് തെറ്റിക്കാറുണ്ട്. ഓക്കെ, ഇനി പറയുന്ന കാര്യം, ഇതിൻ്റെ ഒരു എൻഡ് ഒരു 50 years ആകുമ്പോഴാണ് അതിനെ നമ്മൾ മെനാപൗസ് എന്ന് പറയും. വാട്ട് യു മീൻ ബൈ പൗസ്? ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോപ്പ്, ദാറ്റ്സ് ഇറ്റ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെനാപൗസ് എന്ന് പറയുന്നത്. തെറ്റിപ്പോകരുത്. മെനാർക്ക് ഈസ് ദ സ്റ്റാർട്ടിങ് ആൻഡ് ദ മെനോപൗസ് ഈസ് ദ സ്റ്റോപ്പ്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മെൻസ്ട്രേഷൻ. പിന്നെ ഒരു കുഞ്ഞു കാര്യം പറയാം, ഇനിയിപ്പം മെൻസ്ട്രേഷൻ വന്നില്ല, ഓക്കെ, മെൻസ്ട്രേഷൻ ആയില്ല എന്ന് പറഞ്ഞിട്ട് പ്രഗ്നൻസിനല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
the lack of അല്ലെങ്കിൽ the absence of menstruation may indicate pregnancy. ചിലപ്പോൾ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യും? ഇതിൻ്റെ ഒരു ആബ്സെൻസ് പ്രഗ്നൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. അല്ലാതെ പ്യൂർ സ്ട്രെസ് കാരണോ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ കാരണോ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലൊക്കെ എന്ത് വരാറുണ്ട്? ഇവിടെ ഈ ഒരു മെൻസ്ട്രേഷൻ ആബ്സെന്റ് ആയി പോകാറുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഓൾ ഓഫ് ദ മെൻസ്ട്രേഷൻ. എല്ലാവരും എഴുതി എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പഠിക്കാം. Then the second phase, proliferative phase or the follicular phase. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേര് തന്നെ ഉണ്ട്. അതെന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ് നമ്മുടെ ഈ ലൂട്ടിയൽ ഫേസും അല്ലെങ്കിൽ സെക്രട്ടറി ഫേസും അതിന് പ്രോളിഫറേറ്റീവ് ഫേസും ഇതെല്ലാം അങ്ങനെ മാറിപ്പോകും. ഒരാവശ്യമല്ല. പ്രോളിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലർ ഫേസ് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ആ ഒരു നെയിമിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിട്ടുള്ള LH ആൻഡ് FS ഇങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്യും? ഇൻക്രീസ് ആകും. ഇൻക്രീസ് ആകും. അതേസമയം നമ്മുടെ പ്രൈമറി ഫോളിക്കിൾസ് ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവത്തില്ലായിരിക്കാം, ഞാൻ ഒരിക്കലും എഴുതാം. നമ്മുടെ പ്രൈമറി ഫോളിക്കിൾസ് നമ്മുടെ മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. ഓക്കെ, മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിളാവും. ഈ സമയത്ത് നമ്മുടെ ഗ്രോയിങ് ഫോളിക്കിൾസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ഗ്രോയിങ് ഫോളിക്കിൾസ് സെക്രീറ്റ് ഈസ്ട്രോജൻ. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. FSHന്റെ LHന്റെ അളവിന്റെ ഗ്രാജുവലി കൂടും. അതേസമയം നമ്മുടെ പ്രൈമറി ഫോളിക്കിൾസ് എന്തായിട്ട് മാറും? മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെച്യൂർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോയിങ് ഫോളിക്കിൾസ് എന്ത് സെക്രീറ്റ് ചെയ്യടാ? ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യും. സോ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ റീജനറേഷൻ സംഭവിക്കും. ദ റീജനറേഷൻ ഓഫ് endometrial lining through proliferation. Here the proliferation means എന്താണ് ഈ proliferation കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Proliferation simply the rapid സെൽ ഡിവിഷൻ അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോളിഫറേഷൻ വഴി നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ എൻഡോമെട്രിയത്തിന് റീജനറേഷൻ സംഭവിക്കും. അതുകൂടാതെ തന്നെ ഈ ഫേസിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോയിങ് ഫോളിക്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ഫോളിക്കിൾസ് എന്തായിട്ട് മാറും? നമ്മുടെ മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആയിട്ട് മാറും. നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഗ്രാജുവലി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫോളിക്കുലർ ഫേസ്. വെരി സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ഫേസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, the very crucial stage. Okay, this is the ovulatory phase. So what's happened in ovulatory phase? Simply says the ovulation, but ovulation നടക്കണമെങ്കിൽ കുറച്ച് ഹോർമോൺസിന്റെ കളികൾ വേണം. ഓക്കെ, സി ഇവിടെ നമ്മുടെ FSH and LH attains its peak level. അവിടെ പീക്ക് ലെവലിലായിരിക്കും. സോ ഇവിടെ നമുക്ക് LH സർജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. വാട്ട് യു മീൻ ബൈ LH സർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ LHന്റെ സെക്രീഷൻ അറ്റ് ഇറ്റ്സ് മാക്സിമം ലെവൽ. നമ്മുടെ LHന്റെ സെക്രീഷൻ വളരെ മാക്സിമം ലെവലിലായിരിക്കും. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? LH സർജ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് LH at its maximum level. ഓക്കെ, പിന്നെ പറയുന്ന ഒരു കാര്യം, സോ LH സർജ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? LH സർജിന്റെ കാരണത്താൽ ഓവുലേഷൻ നടക്കും. What do you mean by ovulation? The simply says the release of secondary oocyte by rupturing of Graafian follicle. Graafian follicle rupture ചെയ്തുകൊണ്ട് നമ്മുടെ secondary oocyte റിലീസ് ആകുന്ന പ്രോസസ് ആണ് ആക്ച്വലി ഓവുലേഷൻ. ഇത് എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ at the mid of the cycle, നമ്മുടെ menstrual cycleന്റെ mid of the cycle. That means the 14th day. എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും 14th ഡേ ഒന്നും ആവുന്നില്ല. ഓരോ മനുഷ്യന്റെ മെൻസ്ട്രുവേഷന്റെ ഒരു സൈക്കിളിന്റെ ഡ്യൂറേഷൻ വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവാറുണ്ട്? ചേഞ്ച് ആവാറുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഓവുലേറ്ററി ഫേസ്. ഇവിടെ ഈസ്ട്രോജന്റെ അളവ് എന്തായിരിക്കും? വളരെ കൂടുതൽ തന്നെ ആയിരിക്കും. ഓക്കെ, then we discuss about the last topic, last one, the secretory phase അല്ലെങ്കിൽ the luteal phase. ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആണ് ഗൈസ്. കളർ മാറ്റാം.
ഈ ലൂട്ടിയൽ ഫേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ നമ്മൾ എന്താ പറയുക കുറച്ച് റെമിനൻസ് ഉണ്ട്. റപ്ചർ ആയി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡറി യൂസേജ് റിലീസ് ആയി കഴിഞ്ഞതിന് ശേഷം ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ കുറച്ച് അവശിഷ്ടങ്ങളുണ്ടല്ലോ, ഈ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റെമിനൻസ് എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. ഈ കോർപ്പസ് ലൂട്ടിയം എന്ത് സെക്രീറ്റ് ചെയ്യും? ഈ പറയുന്ന കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യും. ഈ പറയുന്ന കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ഈ പ്രൊജസ്ട്രോണിന്റെ സെക്രീഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു മെയിൻറ്റെയിൻ, ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എൻഡോമെട്രിയൽ ലൈനിങ്. എടാ ഈ പറയുന്നതൊക്കെ നിങ്ങൾ വളരെ എന്ത് ചെയ്യുക, വളരെ ക്രൂഷ്യലായിട്ട് നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുക്കണം. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ്, ഈ സമയത്ത് നമ്മുടെ LHഉം FSHഉം ഈസ്ട്രജനൊക്കെ എന്തായിരിക്കും? ലോ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ള ഒരു കാര്യം സിമ്പിളാണേ, നമ്മുടെ ഈ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ആകും. എപ്പോഴാണ് ഈ പറയുന്ന കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ആവുക? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നമ്മുടെ ഓവത്തിനുണ്ടല്ലോ, നമ്മുടെ ഓവത്തിന് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചില്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ്. നമ്മുടെ ഓവവും നമ്മുടെ സ്പേമും കൂടി ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ നമ്മുടെ ഈ പറയുന്ന കോർപ്പസ് ലൂട്ടിയം എന്ത് സംഭവിക്കും? ഡീജനറേറ്റ് ആയിട്ട് പോകും. ദ ഫെർട്ടിലൈസേഷൻ ഈസ് ദ ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. ഈ സ്റ്റേജിൽ എന്ത് സംഭവിക്കും? കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ആയി പോവുകയും നമ്മുടെ പ്രൊജസ്ട്രോണിന്റെ ലെവൽ കുറയുകയും, പ്രൊജസ്ട്രോണിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സോ എന്ത് സംഭവിക്കും? നമ്മുടെ എൻഡോമെട്രിയം വീണ്ടും വീണ്ടും വീക്കായിട്ട് ദെൻ ബാക്ക് ടു ദ നെക്സ്റ്റ് സൈക്കിൾ, വീണ്ടും മെൻസ്ട്രേഷൻ നടക്കും. മനസ്സിലായോ? ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മെൻസ്ട്രൽ സൈക്കിൾ. സോ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് LH സർജ് ആൻഡ് ചൂസ് ദ ഇൻകറക്റ്റ് വൺ. LH സർജനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് വൺ ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഇൻകറക്റ്റ് എന്ന് പറയുന്ന കീവേഡ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് പോകരുത്. എന്ത് വന്നാലും എന്ത് ചെയ്യുക? മസ്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ ദ ഫസ്റ്റ് ഓപ്ഷൻ, LH surge is a rapid secretion of luteal hormone. അത് ശരിയല്ലേ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം കറക്റ്റ് ആണ്. നമ്മൾ പഠിച്ചതാണ്. എന്താ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ മിഡ് ഓഫ് ദ സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ 14th ഡേ ആകുമ്പോൾ നമ്മുടെ LH അതിന്റെ പീക്ക് ലെവൽ അല്ലെങ്കിൽ അതിന്റെ മാക്സിമം ലെവലിലേക്ക് പോകും. അതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? LH സർജ് എന്ന് പറഞ്ഞത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻകറക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അതെന്തല്ല? ആൻസർ അല്ല. ഇനി ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ മിഡ് ഓഫ് ദ സൈക്കിൾ. അതേ 14th ഡേ ആണ് എന്ത് നമ്മുടെ LH സർജ് നടക്കുക. ഓക്കെ, അപ്പൊ അതെന്താണ്? ആ ഒരു ഓപ്ഷൻ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. സോ ദ സി, LH സർജ് ഇൻഡ്യൂസസ് ഡീജനറേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം. നമ്മൾ അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ LH സർജ് എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? റപ്ചറിങ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. LH സർജ് കാരണം നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്താകും? റപ്ചർ ആകും. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, read the following statement about corpus luteum and choose the correct one from the following options. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമ്മുടെ കോർപ്പസ് ലൂട്ടിയത്തെ പറ്റി പറയുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ കറക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മുടെ ഓപ്ഷൻ ആക്ച്വലി ഇതാ ഇവിടെയാണ് നമ്മുടെ ഓപ്ഷൻസ് കിടക്കുക. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാവേ. ഓക്കേടാ, ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദ ഓവുലേറ്ററി ഫേസ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. നമ്മൾ അങ്ങനെയാണോ പഠിച്ചത്? ഓവുലേറ്ററി ഫേസിലാണോ ഈ പറയുന്ന കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത്? അല്ലല്ലോ, പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസിലാണ് എന്ത് നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് സെക്രീറ്റ്സ് ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ. ദാറ്റ് എക്സാക്ട്ലി റൈറ്റ്. നമ്മൾ പഠിച്ചതാണല്ലേ, കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം നമ്മളെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ഇത് കറക്റ്റ് ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓവുലേഷൻ ദ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്സ്. ഞാൻ അങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചത്? അല്ലല്ലോ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓവുലേഷൻ അല്ല, ഇൻ ദ ആബ്സെൻസ് ഓഫ്
ഫെർട്ടിലൈസേഷന്റെ ആബ്സെൻസിലാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത് the degeneration of corpus luteum causes disintegration of endometrial lining. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ആകുന്ന സമയത്ത് പ്രൊജസ്ട്രോണിന്റെ ലെവൽ കുറയും. ഈ പ്രൊജസ്ട്രോൺ ആണ് എന്തിനു സഹായിക്കുന്നത്, നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. സോ കോർപ്പസ് ലൂട്ടിയം ഡിസിൻറ്റിഗ്രേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡീജനറേറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ പ്രൊജസ്ട്രോണിന്റെ ലെവൽ കുറയുകയും എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. ഓക്കെ, സോ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 2 and 4 ആണ് റൈറ്റ്. സോ 2 and 4 എന്ന ഓപ്ഷൻ നമുക്ക് നോക്കാം. ദേ കിടക്കുന്ന ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ ഓഫ് അവർ ക്യാപ്സ്യൂൾ വീഡിയോ നമുക്ക് നോക്കാവേ. നോ ന്യൂ ഫോളിക്കിൾസ് ഡെവലപ്പ് ഇൻ ദ ലൂട്ടിയൽ ഫേസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ ബിക്കോസ്. എന്തുകൊണ്ടാണ് നമ്മുടെ ലൂട്ടിയൽ ഫേസിൽ പുതിയ ഫോളിക്കിൾസ് ഒന്നും ഡെവലപ്പ് ആവാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എലിമിനേഷൻ ആയിരിക്കും ഭയങ്കര ബെറ്റർ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉപകാരപ്പെടും. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് താഴെ നോക്കാവേ. ദ LH ലെവൽസ് ആർ ഹൈ ഇൻ ദ ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിലെ LHഉം FSHഉം ഈസ്ട്രോജനൊക്കെ എന്താണ്, ലോ ആണ്. പ്രൊജസ്ട്രോൺ മാത്രമാണ് എന്ത്, ഹൈ ആയിട്ട് നിൽക്കുക. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, റോങ് ആണ്. ദെൻ ദ C, the FSH levels are high in the luteal phase. ഇത് രണ്ടും എന്തല്ല, ഹൈ അല്ല. ഇവർ രണ്ടുപേരും ലോ ആണ്. പ്രൊജസ്ട്രോൺ മാത്രമാണ് എന്ത്, ലൂട്ടിയൽ ഫേസിൽ ഹൈ ആയിട്ടുള്ളത്. Then the B option, follicles do not remain in the ovary after the ovulation. അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത്. ഈ ഫോളിക്കിൾസ് എന്താകും, ഗ്രാഫിയൻ ഫോളിക്കിൾ ആകും. ഈ പറയുന്ന ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റെമിനന്റ് ആണ് പിന്നെ എന്തായി മാറുന്നത്, നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നത്. ഓക്കെ, അവർ ഉടനെ തന്നെ എന്താണ് ഡിസപ്പിയർ ആയി പോകാറില്ല. കുറച്ചു നേരം എന്ത് അവിടെ തന്നെ റിമെയിൻ ചെയ്തതിന് ശേഷമാണ് എന്താണ് ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഓക്കെ, ഈ ഡു നോട്ട് അല്ല. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ബോത്ത് FSH ആൻഡ് LH ലെവൽ ആർ ലോ ഇൻ ദ ലൂട്ടിയൽ ഫേസ്. ആ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയല്ലേ. ലൂട്ടിയൽ ഫേസിലെ LHഉം FSHഉം ഈസ്ട്രോജനൊക്കെ എന്താണ്, ലോ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ അത് തന്നെ ആയിരിക്കുമല്ലോ അതിന്റെ ആൻസർ. പക്ഷെ അതിന്റെ പിന്നിലെ സയൻസ് നമ്മൾ എന്തായാലും അറിയണം. നിങ്ങൾ NCERT എന്താ പറയുന്നത് നോക്കിയേ. During follicular phase, the LH and FSH are gradually increases. Okay, and it stimulate the development of the growing follicles and secrete the estrogen from the growing follicles. അങ്ങനെയല്ലേ പറയുന്നത്. സോ നമുക്കറിയാം FSHഉം LHഉം ആണ് പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിട്ടുള്ള LHഉം FSHഉം ആണ് എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഈ ഗ്രോയിങ് ഫോളിക്കിൾസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോ അതല്ലേ എൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇപ്പൊ എന്റെ റീസണും എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ, അതിന്റെ പിന്നെ സയൻസ് സെറ്റ് അല്ലേ നിങ്ങൾക്ക്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസർഷൻ റീസൺ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും അയ്യോ 2 ഓപ്ഷന് ശരിയായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടല്ലേ, ഇനി നമ്മൾ എന്താണ് അത് റീസൺ കറക്റ്റ് ആണോ റീസൺ കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കാം. പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, എന്താ പറയുന്നത് നോക്കിയാ. ഫോർത്ത് ക്വസ്റ്റ്യൻ, അസർഷൻ ഡ്യൂറിങ് സെക്രീറ്ററി ഫേസ് ദ ലെവൽസ് ഓഫ് FSH ആൻഡ് LH ഗ്രാജുവലി ഇൻക്രീസ്. നമ്മളോട് പറയുന്നത് സെക്രീറ്ററി ഫേസിലെ LHന്റെയും FSHന്റെയും സെക്രീഷൻ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന. കുറച്ചു മുന്നേ നിങ്ങൾ NCERT കണ്ടതല്ലേ, സെക്രീറ്ററി ഫേസിലാണോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടത്. ഫോളിക്കുലർ ഫേസിലാണ് എന്ത് സംഭവിക്കുന്നത്, LHന്റെയും FSHന്റെയും ലെവൽ എന്ത് ചെയ്യുന്നത്, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതും അതുകൂടാതെ തന്നെ അതെന്തിനേയും കൂടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഇൻക്രീസ് കാരണം നമ്മുടെ ഗ്രോയിങ് ഫോളിക്കിൾസിനെ ഡെവലപ്മെന്റ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളോട് കണ്ടത് കുറച്ചു മുന്നേ. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഓക്കെ, ഇത് നോക്കാം. റീസൺ, the increased levels of FSH and LH induced Graafian follicles to secrete progesterone. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ച ഒറ്റ കാര്യമാണ്, നമ്മുടെ കോർപ്പസ് ലൂട്ടിയമാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്, പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഗ്രാഫിയൻ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഗ്രോയിങ് ഫോളിക്കിൾസ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്, അവർ ഈസ്ട്രോജൻ ആണ് എന്ത് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ അസർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. നമ്മുടെ ഓപ്ഷൻ ഏതായിട്ട് വരുവാടാ, ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മറക്കല്ലേ, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യണം. ഓരോ ലൈനിലും ഓരോ ചതിക്കുഴികൾ കാണും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. എല്ലാവരും ഈ പറയുന്ന 5th ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ശരിയാക്കാം. നോക്കിയടാ, അസർഷൻ ഡ്യൂറിങ് pregnancy all events of menstrual cycle stop.
ദാറ്റ്സ് ആൻ NCERT സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ NCERT പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നില്ല NCERT-ൽ. NCERT അതേ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഡ്യൂറിംഗ് പ്രഗ്നൻസി all events of menstrual cycle stop. NCERT സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അടുത്ത എന്താ പറയുന്നത്? ഓക്കെ, in the absence of fertilization the corpus luteum degenerate. ഇതും എന്താണ്? NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. കാണുന്നില്ലേ നോക്കി. in the absence of fertilization the corpus luteum degenerates. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. പക്ഷേ വിഷയം എവിടെയാ? ഇത് രണ്ടും കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നാണ്. സോ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഇതിൽ രണ്ടിൽ ഏത് വരും? എടാ, മെൻസ്ട്രൽ നമ്മുടെ പ്രഗ്നൻസി സമയത്ത് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പായി. അതെന്തുകൊണ്ടാ? അതിന്റെ റീസൺ ആണോ പറയുന്നത്? ഇവർ പറയുന്നത് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ആവുന്ന രണ്ട് സിറ്റുവേഷൻ അല്ലേ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്ന കേസും ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത കേസും. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ലല്ലോ. സോ എന്തായിരിക്കും ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. എന്താണ്? നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സെറ്റ് അല്ലേ? ഇത് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് പ്രഗ്നൻസി ആയതും ഒന്ന് ഫെർട്ടിലൈസേഷൻ നടക്കാത്തതിനെ പറ്റിയിട്ടാ. സോ ഇത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ബേസിക്കലി റൈറ്റ്. നിങ്ങൾ കണ്ടതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ രണ്ടും തമ്മിൽ എന്തില്ല? യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ക്ലാസ്സസ് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ ക്ലാസ്. അടിപൊളിയായിട്ടൊരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് അതിലെ കിടിലൻ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിക്കുക. അതാണ് ക്യാപ്സ്യൂൾ ക്ലാസ്. ഇതുപോലെയാണ് നമ്മുടെ ക്ലാസ് റൂംസും. കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും, പിന്നെ അതിലെ കിടിലൻ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത്? റിപ്പീറ്റ് ചെയ്യാൻ വേറെങ്ങും പോകണ്ട, കയറിപ്പോരും മക്കളെ. ട്യൂഷൻ ആയാലും എൻട്രൻസ് ആയാലും വേറൊന്നും തിങ്ക് ചെയ്യരുത്. ജോയിൻ ടു ഐൻസ് ലേണിംഗ്.